ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് അറബിക് ഡെസേർട്ടായ കുനാഫിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് കുനാഫ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് കുനാഫിൻ്റെ ഡോ ആണ്. ഫ്രോസൺ ഡോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തത് കുനാഫിൻ്റെ വേമിസെല്ലിയാണ്. ഇതൊരു 300 ഗ്രാം വേമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഭയങ്കര പൊടി പോലെയൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ്. അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ 300 ഗ്രാം വേമിസെല്ലിക്ക് 100 ഗ്രാം ബട്ടർ കറക്റ്റ് അളവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ക്രീം ചീസിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഇതിൽ നിന്ന് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ പാൽ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. തിക്കായി വന്നാൽ ഇതിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കുക. ക്രീം ചീസ് പല ബ്രാൻഡിൻ്റെയും ഉണ്ട്. ഞാനിപ്പോൾ മിൽക്ക് മിസ്റ്റിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏതാണുള്ളത് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അങ്ങനെ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വേമിസെല്ലിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ പ്രസ്സാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ക്രീം ചീസിൻ്റെ ആ ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള വേമിസെല്ലി കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ റിങ്ങോ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുനാഫ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇത് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന് മേലെ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഇതിൻ്റെ ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ആ ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. വെള്ളവും പഞ്ചസാരയും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. ഇനി ഇത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പകുതി ചെറിയ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ അടിപൊളി ക്രീമി കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിക്കുമ്പോൾ ആ ഷുഗർ സിറപ്പ് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് മേലെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.